ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പനിയുള്ളപ്പോൾ എടുത്ത വീഡിയോ ആണിത്. പനിയുള്ളപ്പോൾ നമുക്കൊരു രുചി ഉണ്ടാവില്ലല്ലോ, കഴിക്കാനൊന്നും തോന്നില്ല, കുടിക്കാനും തോന്നില്ല, ഒന്നും വിശപ്പും തോന്നില്ല. അപ്പോൾ രുചി ഉണ്ടാവാനായിട്ട് ഞാൻ കുട്ടികൾക്കൊക്കെ സാധാരണ മുമ്പേ തന്നെ പനി വരുമ്പോഴൊക്കെ ഉണ്ടാക്കുന്ന ഒരു രസമുണ്ട്. കുരുമുളക് രസമാണത്. സിമ്പിളായിട്ടുള്ള രസമാണ്. ആ രസം കൂട്ടിയിട്ട് ഉണ്ട് കഴിഞ്ഞാൽ പനിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നല്ല രുചി തോന്നും. അത് കുടിക്കാനും നല്ലതാണ്. വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് വയറിന് നല്ലതാണ്. വയറിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ രുചി തോന്നും. പിന്നെ ദഹനവും കാര്യങ്ങളൊക്കെ നല്ലോണം നടക്കും. പനിയുള്ളപ്പോൾ നമുക്ക് ദഹനം കുറയുമല്ലോ. അപ്പോൾ അതിനൊക്കെ വളരെ നല്ലതാണ് ഈ രസം. ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. പിന്നെ രസം മാത്രമായിട്ട് എങ്ങനെയാണ് കൂട്ടി ഉണ്ണാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ സാധാരണ ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് ഞാൻ ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മെഴുക്കുവരട്ടിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. കോവയ്ക്ക കൊണ്ടൊരു മെഴുക്കുവരട്ടിയും കൂടി ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെയും കൂടി വീഡിയോ ആണ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. മറ്റേ രസത്തിൻ്റെ വീഡിയോ മാത്രമാകുമ്പോൾ വളരെ തീരെ ചെറുതായി പോകും. അതുകൊണ്ട് ഞാൻ മെഴുക്കുവരട്ടിയും കൂടെ വീഡിയോ ഇതിൽ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെന്നാ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ എടുത്തു വെച്ചതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക, അതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇനി കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ കൂടുതലായിട്ട് ലൈക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് കൂടുതൽ ഇതിൽ വീഡിയോസൊക്കെ വ്യൂസും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ആരും മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവർ ഇനി ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ആ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ മലേഷ്യൻ ട്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവർക്കും ആസ്വദിക്കാൻ തക്കവണ്ണം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. രസം ഉണ്ടാക്കാനാണ് പോണേ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പനിയൊക്കെ ആണെങ്കിൽ അധികം എണ്ണ വേണ്ട. കുറച്ച് കടുക് പൊട്ടിക്കാൻ മാത്രം ഒഴിച്ചാൽ മതി. എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുകും 2 മണി ഉലുവ ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടുമ്പോൾ ഞാൻ 2 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. കൂടുതൽ വെളുത്തുള്ളി ഇഷ്ടമുള്ളവർ കൂടുതലിടുക. ഇതൊന്ന് മൂപ്പിക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് പോയാൽ മതി. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് ഞാൻ പിഴിഞ്ഞ് വെച്ചതാണ്. അത് നല്ല കട്ടിപ്പുളിയാണ്. അത് ഒഴിക്കുക. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഈ പുളി ഒന്ന് തിളച്ച് വരുന്നതിൻ്റെ ശേഷം നമുക്ക് കൂടുതൽ വെള്ളം ചേർത്താൽ മതി. എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം. പൊടികളും പുളിയും കൂടിയിട്ട് ഒന്ന് തിളച്ച് വെന്ത് വരണം. നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്. കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പോരെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നല്ലോണം ഒന്ന് തിളച്ച് പുളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഫ്ലാറ്റിൽ ആരോ സ്ഥലം മാറി പോവാണ്. അതിൻ്റെ ബഹളങ്ങളൊക്കെ കേൾക്കണം കേട്ടോ. സാധനങ്ങൾ മാറ്റാൻ വേണ്ടി ലോറിയിൽ ആൾക്കാർ വന്ന് കയറ്റിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ബഹളമാണ് പുറത്തുനിന്ന് കേൾക്കണത്. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഞാൻ കുറച്ച് മല്ലിയില, കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ആ മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ നല്ലോണം അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഇട്ട് കൊടുത്തത്. ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ഇടണം. നേരത്തെ ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ നേരത്തെ മറന്നു പോയതാണ്. ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ചേർക്കാൻ മറന്നുപോയി. ഇപ്പോൾ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാം നല്ലോണം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. പുളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് രസത്തിന് എത്രത്തോളം വെള്ളം എന്ന് വെച്ചാൽ
ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ പാകാക്കാം. കുടിക്കാനാണെങ്കിൽ നമുക്ക് നല്ലോണം വെള്ളം ഒഴിക്കാം കേട്ടോ. പുളി നമ്മൾ നല്ലോണം ചേർത്തുണ്ടല്ലോ, അത് കാരണം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കഞ്ഞി പോലെ ആക്കിയിട്ട് കുടിക്കണം ചോറ്. ഇനി നമുക്ക് ഉപ്പൊക്കെ പാകാക്കാം. ഉപ്പ് ഞാൻ പാകത്തിന് ഇട്ടിരുന്നു, ഉപ്പ് പാകമാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മധുരം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് ഇത്തിരി പോരായുണ്ട്, അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളകിൻ്റെ എരിവാണ് നല്ലത്. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് വെട്ടി തിളച്ചാൽ മതി. രസം റെഡിയായി. അപ്പോൾ നമ്മുടെ രസമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും മണമാണ് മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ മല്ലിയിലയുടെ മണമുണ്ട്. അപ്പം എനിക്ക് പനി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കിയത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇപ്പോൾ പല സ്ഥലങ്ങളിലും ജലദോഷവും പനിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് കിട്ടിയതല്ല കേട്ടോ. എനിക്ക് മലേഷ്യ പോയിട്ട് കുറച്ച് മഴ നനഞ്ഞു. പിന്നെ എ സിയിലും കാറിലും വെയിലത്തേക്ക് പിന്നെ ഇറങ്ങുമ്പോൾ ഒക്കെ കൂടി പിന്നെ തണുപ്പും ചൂടും മാറി മാറി അടിച്ചപ്പോഴാണ് എനിക്ക് പനി വന്നതെന്ന് തോന്നുന്നത്. പനി മാത്രമല്ല, തൊണ്ടവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു രസം വെച്ചത്. എന്നാൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ പനി മാറിയിട്ടേ ഞാനിനി പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ എടുക്കണത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. നമുക്ക് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. മെഴുക്കുവരട്ടി ആയതുകൊണ്ട് കടുകും ഉഴുന്നുപരിപ്പൊന്നും ആക്കുന്നില്ല. നേരെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മെഴുക്കുവരട്ടിയിൽ അങ്ങനെ വറവൊന്നും ഇടാറില്ല. ഇതൊന്ന് മൂത്ത് വരട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിക്കാം. എൻ്റെ കയ്യിലുള്ള കരിവേപ്പില അത്ര നന്നില്ല. അപ്പോൾ പോയി വന്നപ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ കരിവേപ്പിലയൊക്കെ കുറച്ച് വാടിയ പോലെയാണ്. എന്നാലും ഉള്ളത് ഞാൻ ഇട്ട് കൊടുക്കും ഒരു വാസനയ്ക്ക്. ചൂടാകുമ്പോൾ ചിലപ്പോൾ ഒരു വാസന ടേസ്റ്റൊക്കെ ഇതിലേക്ക് വരും. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയ പോലെ വാടട്ടെ കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കാം. കോവയ്ക്കയുടെ കൂടെ ഇനി ബാക്കിയും കൂടി ഈ സവോള ചെറിയ ഉള്ളി ഒന്നും കൂടി വാടി കിട്ടും. കോവയ്ക്ക ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വെള്ളം ഒഴിക്കണില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. തീ സിമ്മിലേക്ക് ഇടുക. വെള്ളം ഒഴിക്കാണ്ടൊക്കെ വാട്ടിയെടുക്കുമ്പോൾ സിമ്മിലിട്ടാൽ മതി തീ. പിന്നെ ഈ ചട്ടിയായ കാരണം ചൂട് നിൽക്കും നല്ലോണം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആദ്യം ഇട്ടാൽ അത് നമുക്ക് തുമ്മലൊക്കെ വരും, മറ്റേ കരിഞ്ഞു പോണ പോലെയാവും. ഇപ്പോൾ ഇതിലേക്ക് പിടിക്കാനായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കോവയ്ക്കയിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം.
നല്ലോണം ഉപ്പും മഞ്ഞളൊക്കെ ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇളയ കോവയ്ക്കാണെങ്കിൽ മാത്രമേ ഇതുപോലെ വാടി കിട്ടുകയുള്ളൂ കേട്ടോ. ഇതിൽ ചിലത് മൂത്ത കോവയ്ക്ക ഉള്ളതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഇളക്കി നോക്കിയപ്പോൾ ഞാൻ വേവാത്ത പോലെ തോന്നി ചില കഷ്ണങ്ങൾ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ മൂത്ത കോവയ്ക്കാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതുപോലെ അടച്ച് വെച്ച് വാട്ടിയെടുക്കാൻ പറ്റില്ല. ഇളയ കോവയ്ക്കാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ അടച്ച് വെച്ചാൽ വാട്ടിയെടുത്തിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഇതെല്ലാം വെന്തിട്ടുണ്ട്. ലേശം വെള്ളം കൂടി വറ്റാനുണ്ട്, ഞാൻ ഒഴിച്ചു കൊടുത്ത്. അതൊന്ന് വറ്റിക്കോട്ടെ. തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോവയ്ക്കയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എല്ലാ കഷ്ണവും നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂത്ത കോവയ്ക്കാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇങ്ങനെ വേവിക്കാൻ. ഇനി നമുക്ക് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രസവും മെഴുക്കുവരട്ടിയും കൂടി ഇന്നത്തെ ഊണ് അടിപൊളിയാവും. പനിയായിട്ടിരിക്കുകയാണ്, എന്നാലും ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടതെന്ന് വിചാരിച്ച് എണീറ്റ് വന്ന് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. മെഴുക്കുവരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള കുരുമുളക് രസം എങ്ങനെ ഉണ്ടാക്കുക നിങ്ങൾ പഠിച്ചു. അതെങ്ങനെ ഞാൻ വിശദമായിട്ട് കാണിച്ചിട്ടുള്ളതുകൊണ്ട് അതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ കൂടെ നല്ലോണം യോജിച്ച് പോകുന്നൊരു മെഴുക്കുവരട്ടിയാണിത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരണ വരെ ബൈ.